നമസ്കാരം. വളച്ചു കെട്ടാതെ സ്ട്രെയിറ്റ് ടു ദ പോയിന്റ് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം മുനമ്പത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെടുത്തി ഒരു നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. സർക്കാർ നിയോഗിച്ച ആ മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ എന്ന പേരിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ, ആ ജുഡീഷ്യൽ കമ്മീഷന്റെ ആ നിയമനത്തെ അപ്പാടെ തന്നെ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഹൈക്കോടതി ഉത്തരവ്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് നിരവധി വാദപ്രതിവാദങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് ഹൈക്കോടതി നടത്തിയിരിക്കുന്ന ആ ഒരു പരാമർശങ്ങൾ, മുനമ്പം ജനത നേരിടുന്ന ആ ഒരു പ്രതിസന്ധിയുമായി ബന്ധപ്പെടുത്തി എത്രത്തോളം നിർണായകമാണ്, ഇനി ആ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് വഖഫ് അധിനിവേശവുമായി മുനമ്പം ജനത നേരിടുന്ന ആ ഒരു പ്രതിസന്ധിക്ക് എങ്ങനെയാണ് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ശ്രമിക്കേണ്ടത്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ചില നിഗൂഢ ശക്തികളുടെ ഒരു ഇടപെടൽ അതുണ്ടാക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഇമ്പാക്ട്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇന്ന് പ്രതികരണവുമായി നമ്മോടൊപ്പം ഉള്ളത് സംസ്ഥാന സർക്കാരിൽ അണ്ടർ സെക്രട്ടറിയായി പ്രവർത്തിച്ച, ഒപ്പം തന്നെ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ശ്രീ സ്റ്റാലിൻ ദേവനാണ്. ശ്രീ സ്റ്റാലിൻ ദേവൻ, ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി നടത്തിയ ആ ഒരു പരാമർശം, ഹൈക്കോടതിയുടെ ആ ഒരു ഉത്തരവ്, പ്രത്യേകിച്ച് മുനമ്പം വിഷയം പരിഹരിക്കാൻ എന്ന പേരിൽ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ ആ ഒരു നിയമനത്തെ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഈ ഒരു ഉത്തരവ് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് നാം പരിശോധിച്ച് നോക്കുമ്പോൾ ആ വിഷയത്തെ ഒരു പരിഹരിക്കുന്നതിൽ എത്രത്തോളം ഒരു നിർണായകമാണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഈ മുനമ്പം ജനതയെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തിൽ ഒരു പറ്റിക്കുകയായിരുന്നു, ആ ജനതയെ കബളിപ്പിക്കുകയായിരുന്നു. ശ്രീ സ്റ്റാലിൻ ദേവൻ. തീർച്ചയായിട്ടും. കാരണം ഈ വഖഫ് ആക്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക്, നമ്മളെ സർക്കാർ ആകുമ്പോൾ അവർക്ക് ഒരുപാട് മാർഗങ്ങളുണ്ട് ഇതിനെപ്പറ്റി പഠിക്കാനും അതിനനുസരിച്ചിട്ട് ഉപദേശങ്ങൾ തേടാൻ. അപ്പോൾ വഖഫ് ആക്ട് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയും ഇങ്ങനെ ഒരു കമ്മീഷനെ നിയമിക്കില്ല. കാരണം വഖഫ് ആക്ട് പ്രകാരം ഒരു വസ്തു വഖഫാണെന്ന് വഖഫ് ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പരിഹാരം അല്ലെങ്കിൽ അതിനെ റിവൈസ് ചെയ്യാൻ സാധിക്കുന്ന ഏക അതോറിറ്റി എന്ന് പറയുന്നത് വഖഫ് ട്രിബ്യൂണലാണ്. അതായത് ഇപ്പോഴത്തെ ആക്ട് അങ്ങനെ ആയിപ്പോയി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പല അവസരങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, വഖഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആദ്യമായിട്ട് ചെല്ലേണ്ടത് വഖഫ് ട്രൈബ്യൂണലിൽ മാത്രമാണ്. അപ്പോൾ ഈ വിഷയം അങ്ങനെയുള്ള ഒരു അതോറിറ്റി വഖഫ് ട്രൈബ്യൂണലിൽ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫറൂഖ് കോളേജും വഖഫ് ബോർഡും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് 38 നമ്പർ ആയിട്ട് 2023 38 നമ്പർ കേസായിട്ട് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോ നമ്മുടെ സർക്കാർ ഈ കമ്മീഷനെ നിയോഗിച്ച ഉത്തരവ് പറയുന്നത് മുനമ്പത്തെ ഉടമസ്ഥത തർക്കവുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആണ് എന്നാണ് പറയുന്നത്. അതിന് അങ്ങനെ ഒരു കമ്മീഷനെ വച്ചാൽ ആ കമ്മീഷന് ആ വിഷയം പരിഗണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇത് വഖഫ് ട്രിബ്യൂണലിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ വിഷയം അതിന്റെ മുന്നിലുണ്ട്. അപ്പോ ഞാൻ മാർച്ച് മാസം 7-ാം തീയതി എന്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു കൊച്ചു വീഡിയോ ചെയ്തു ഇതിനെ പറ്റിയിട്ട്. അതിന്റെ തമ്പനയിൽ എന്ന് പറയുന്നത് തന്നെ മുനമ്പം കമ്മീഷൻ അറബിക്കടലിൽ എന്നായിരുന്നു. എനിക്ക് പരിപൂർണ ബോധ്യമുണ്ടായിരുന്നു ഇത് ഇങ്ങനെയേ സംഭവിക്കൂ എന്ന്. അപ്പോ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ വിഷയത്തിനെ 3 ഹെഡിങ്ങിനടിയിലാണ് പരിശോധിച്ചത്. ആദ്യമായിട്ട് ഈ വഖഫ് സംരക്ഷണ വേദിക്ക് ലോക്കസ് സ്റ്റാൻഡി ഉണ്ടോ ഈ റിപ്പറ്റീഷൻ കൊടുക്കാൻ. അതിന് അനുകൂലമായിട്ട് കോടതി കറക്റ്റ് ആയിട്ടാണ് കണ്ടെത്തിയത്. രണ്ടാമതായിട്ട് പറഞ്ഞത് ഈ സർക്കാരിന് ഈ വഖഫ് സംരക്ഷണ വേദി പറഞ്ഞു ഇതുപോലെ ഒരു കമ്മീഷനെ നിയമിക്കാനേ സർക്കാരിന് അവകാശമില്ല. എന്നാൽ നമ്മുടെ നിസാർ കമ്മീഷൻ നല്ല കമ്മീഷൻ ആയിരുന്നു എന്ന് ഇവർ പറയുന്നു. നിസാർ കമ്മീഷനെയും അപ്പോയിന്റ് ചെയ്തത് ഇതേ സെക്ഷൻ പ്രകാരമാണ്. കമ്മീഷൻസ് ഓഫ് എൻക്വയറീസ് ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരമാണ് നിസാർ കമ്മീഷനെയും നിയോഗിച്ചിരുന്നത്. അപ്പോൾ അവിടെയും കോടതി പറഞ്ഞു അല്ല, സർക്കാരിന് ഇത്തരം വിഷയങ്ങളിൽ കമ്മീഷനെ നിയമിക്കാം, ഇത്രയും വിഷയങ്ങളിലല്ല കമ്മീഷനെ നിയമിക്കാം. പക്ഷേ 3-ാമത്തെ ഹെഡിങ് ഈ കമ്മീഷന്
സാധുത ഉണ്ടോ എന്നുള്ളത് അവിടെയാണ് കണ്ടെത്തിയത് കോടതി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ വിഷയം വഖഫ് ട്രിബ്യൂണൽ പരിശോധിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മീഷൻ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ സാധ്യമല്ല. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നല്ല നിയമപരമായ ഉത്തരവാണ്, അതിന് സംശയവുമില്ല. പക്ഷേ ആ ജഡ്ജിമെന്റിന്റെ 16-ാമത്തെ ഖണ്ഡികയില് വളരെ സത്യവിരുദ്ധമായ ഒരു പരാമർശം കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതായത് 1967 പറവൂർ സബ് കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെട്ട OS നമ്പർ 53 1971 വിധിയിലും അതിനെ തുടർന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിലുണ്ടായിരുന്ന അപ്പീൽ ഹർജിയിലെ 75 വിധിയിലും ഇതൊരു വഖഫായി പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതായി അദ്ദേഹം, ബഹുമാനപ്പെട്ട കോടതി അവിടെ പറയും. അത് 100% തെറ്റായ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറവൂർ കോടതി മുമ്പാകെ ഉണ്ടായിരുന്ന ഒരു ഇൻജങ്ഷൻ സൂട്ടാണ്. ഇൻജങ്ഷൻ സൂട്ട് എന്ന് പറയുമ്പോൾ ഉടമസ്ഥാവകാശമാണ് വരുന്നില്ല. ഉടമസ്ഥനായ ഒരു വ്യക്തി മറ്റാർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഫയൽ ചെയ്യുന്ന ഹർജിയാണ് ഇൻജങ്ഷൻ സൂട്ട് എന്ന് പറയുന്നത്. അവിടെ ഈ ടൈറ്റിലിന്റെ പ്രശ്നമേ വരുന്നില്ല. വേറെ ടൈറ്റിൽ സൂട്ടാണെങ്കിൽ അവിടെയാണ് ഉടമസ്ഥതാ തർക്കം വരുന്നത്. അപ്പോൾ ഇതൊരു ഇൻജങ്ഷൻ സൂട്ടായിരുന്നു. അതില് പറവൂർ സബ് കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻജങ്ഷൻ സൂട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഉടമസ്ഥാവകാശം ഒരു റിലവന്റ് പോയിന്റ് അല്ല. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇതിന്റെ പൊസഷൻ അറിയാൻ വേണ്ടി ഉടമസ്ഥ ആരാണെന്ന് നോക്കാം. അതിനുശേഷം കോടതി 17-ാമത്തെ ഖണ്ഡികയുടെ അവസാനത്തെ സെന്റൻസ് ആയിട്ട് പറയുന്നു, അതുകൊണ്ട് therefore I am of the opinion that the plaintiff has prima facie title over the property. അതായത് ഫറൂഖ് കോളേജാണ് ഉടമസ്ഥൻ. നമുക്കറിയാം വഖഫിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ ഒന്നുകിൽ അള്ളാഹുവാണ് അതിന്റെ ഓണർ എന്ന് പറയണത്, അല്ലെങ്കിൽ അത് വഖഫാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പറയണം. പക്ഷെ അതിന് പകരം പറഞ്ഞിരിക്കുന്നത് ഫറൂഖ് കോളേജ് ഉടമസ്ഥനാണ്. ആ അപ്പീല് ഹൈക്കോടതി പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് കൊടുത്ത ഒരു ഇഷ്ടദാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും വസ്തുതകൾ കോടതിയുടെ മുമ്പേ നിലനിൽക്കെ ഈ കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയത് മനഃപൂർവ്വമല്ല. അവിടെ ഈ മുനമ്പം ഭൂസംരക്ഷണ സമിതി ഹാജരാക്കിയിരുന്ന വക്കീലിന്റെ ഡ്യൂട്ടി ആയിരുന്നു ഈ കാര്യം ബഹുമാനപ്പെട്ട കോടതിയെ അറിയിക്കേണ്ടത്. പക്ഷെ ഞാൻ 7 മണിക്കൂർ കൂടുണ്ടായിരുന്നു ആ വാദം. അത് ഞാൻ കംപ്ലീറ്റ് കണ്ട വ്യക്തിയാണ്. ബട്ട് ഹി വാസ് ആൻ അട്ടർ ഫെയിലിയർ. ഹി വാസ് അൺഏബിൾ ടു എക്സ്പ്ലെയിൻ എനിത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാമർശം വന്നത്. പിന്നെ ഈ ജഡ്ജിമെന്റിന്റെ 36-ാമത്തെ ഖണ്ഡികയിൽ പോവുകയാണെങ്കിൽ ഈ കോടതി ഈ കമ്മീഷനെ പിരിച്ചുവിടാനുള്ള ഒരു കാരണമായിട്ട് കോടതി പറയുന്നത് ഇത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് ഇതിന്റെ അധ്യക്ഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്തെങ്കിലും ഈ പഠനം നടത്തിയതിനു ശേഷം ഈ വസ്തുവിന്റെ നേച്ചറിനെ പറ്റി, അതായത് വഖഫാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റി ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ ട്രൈബ്യൂണലിന് മുന്നിൽ നിലനിൽക്കുന്ന വിഷയം നേരെ ചൊവ്വേ അത് അതിന്റെ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രൈബ്യൂണലിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് തന്നെ പാർട്ടികൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. അതും കൂടിക്കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഈ രാമേന്ദ്രൻ കമ്മീഷനെ പിരിച്ചുവിട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കേണ്ടത്, ബഹുമാനപ്പെട്ട കോടതി ഈ 16-ാമത്തെ ഖണ്ഡികയിൽ ഇതുപോലെ നിരുത്തരവാദപരമായ ഒരു പരാമർശം നടത്തിയതും ഭാവിയിൽ വന്നിട്ട് വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ അഥവാ ഈ മുനമ്പം ജനത അവിടെ കക്ഷി ചേർന്ന് ഈ കേസ് നടത്തുന്ന അവസരത്തിലും അദ്ദേഹം 36-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞ അതുപോലെ തന്നെ ഒരു എഫക്റ്റ് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ 16-ാം ഖണ്ഡികയിലെ പരാമർശവും ഉണ്ടാക്കില്ലേ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അടുത്തതാണ് എനിക്ക് ചോദിക്കേണ്ട, ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1995 ഈ വഖഫ് ആക്ട്, ഇപ്പോഴുള്ള വഖഫ് ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് ഈ വഖഫ് തർക്കങ്ങളൊക്കെ തീർത്തിരുന്നത് സിവിൽ കോടതിയിൽ ആയിരുന്നു. 95 മുതലാണ് ഇത് വഖഫ് ട്രൈബ്യൂണലിലേക്ക് മാറിയത്. അപ്പൊ ബഹുമാനപ്പെട്ട കോടതി തന്നെ പറയുന്നു 1975 ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ അതെങ്ങനെയാണ് ഇപ്പോ വീണ്ടും വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്? കോടതി അതിലേക്ക് ചിന്തിക്കേണ്ടിയിരുന്നില്ല. 95 മുമ്പ് ഇങ്ങനെ ഒരു കോടതി ഒരു ഡിക്ലറേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ
ഈ വഖഫ് ആക്ടിന്റെ സെക്ഷൻ 7B പ്രകാരം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ വഖഫ് ട്രൈബ്യൂണലിൽ വന്നിട്ട് വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന് വഖഫ് ആക്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോ ബഹുമാനപ്പെട്ട കോടതിക്ക് ഏറ്റവും വലിയൊരു അബദ്ധമാണ് പറ്റിയത്. 75 ഹൈക്കോടതി പറഞ്ഞുവെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിന് ആ കേസ് പരിഗണിക്കാനേ പറ്റും. ദാറ്റ് ഡിസിഷൻ ഈസ് ഫൈനൽ. ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഒരിക്കലും ചരിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. വഖഫ് മുനമ്പം ഒരു വഖഫാണെന്ന് പറഞ്ഞിട്ട് പരവൂർ സബ് കോടതിയോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ ഇതുവരെ ഒരു ഉത്തരവ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതേ വിഷയം ട്രൈബ്യൂണലിന് മുന്നിൽ പരിഗണിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോ ആ ഒരു കണ്ണിൽ കൂടി നോക്കുമ്പോ ഈ ഹൈക്കോടതി വിധി പകുതി നിയമപരവും പകുതി നിയമവിരുദ്ധവും ആയ ഒരു വിധിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വഖഫ് ഭേദഗതി നിയമം വരുന്ന നിമിഷം തന്നെ മുനമ്പം ജനതയുടെ പ്രശ്നം പരിഹരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നലെ ഹൈക്കോടതി എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞില്ല എങ്കിൽ തന്നെയും അതൊന്നും തന്നെ ഭാവിയിൽ ഈ മുനമ്പത്തെ ബാധിക്കാൻ പോകുന്നില്ല. അത് അവർ പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് ഈ നിയമ ഭേദഗതി നിലവിൽ വരാൻ പ്രാർത്ഥിക്കുക. അതോടുകൂടി അവർക്ക് ഈ കേസും ഇളവുമൊക്കെ മതിയാക്കാം. വിത്തിൻ എ മന്ത് ഓർ സോ സർക്കാരിന് അവരുടെ റവന്യൂ അവകാശങ്ങളൊക്കെ തിരിച്ചു കൊടുക്കപ്പെടേണ്ടി വരും. പിന്നെ എന്തായാലും അത് സംഭവിക്കുന്നില്ല എന്ന് വിചാരിക്കും. നമുക്ക് ഇനി വഖഫ് ട്രൈബ്യൂണലിൽ തന്നെ ഈ കേസുമായിട്ട് പോകേണ്ടി വരികയാണ് എങ്കിൽ അവർ ഈ കേസിൽ അപ്പീൽ കൊടുത്തതിന് ശേഷം ഈ തെറ്റായ പരാമർശം ആ ജഡ്ജിമെന്റിൽ നിന്നും നീക്കിത്തരാൻ ആവശ്യപ്പെടുന്നു. കാരണം ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. ഭേദഗതി നിയമം പാസ്സാക്കിയത് വെല്ലാൻകൂടി. ഇനി അങ്ങനെ വരാത്ത പക്ഷം അവർക്ക് ഈ ഇന്നലത്തെ കോടതിയുടെ പരാമർശം ഭാവിയിൽ വഖഫ് ട്രൈബ്യൂണലിൽ ഒരു പ്രശ്നമായി മാറി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, ഈ സംസ്ഥാന സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു. നമുക്കറിയാം 156 ദിവസത്തോളമായി മുനമ്പത്തെ പാവപ്പെട്ട ജനത റിലേ നിരാഹാര സമരത്തിന് ഇരിക്കുകയാണ് വഖഫ് അധിനിവേശത്തിനെതിരെ. അപ്പോൾ ഈ സർക്കാരിന്റെ ആ ഒരു നീക്കം അത്ര നിഷ്കളങ്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ ഒരു വിഷയത്തിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ടെക്നിക്കാലിറ്റി ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഈ നിയമത്തെ സംബന്ധിച്ച ഒരു ബേസിക് നോളജ് ഉള്ളവർക്ക് അറിയാം ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിന്റെ ഒരു സാധുത. ഈ സർക്കാരിന് കൃത്യമായിട്ടും നിയമോപദേശം പല വിഷയങ്ങളിലും തേടുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. അപ്പോൾ ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിയാതെയാണോ സർക്കാർ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു നിയമനത്തിലേക്ക് നീങ്ങിയത്? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി നിയമം പാസ്സാക്കുന്നു. അപ്പോൾ പിന്നെ തങ്ങൾക്കും അതിന്റെ ഒരു ക്രെഡിറ്റ് എടുക്കാം, തങ്ങളാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. അത്തരത്തിലുള്ള ഒരു മൂടുപടം സൃഷ്ടിക്കാനുള്ള ഒരു അജണ്ട സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് സംശയിക്കാൻ സാധിക്കുമോ ശ്രീ സ്റ്റാലിൻ ദേവൻ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ കഴിഞ്ഞ ഈ ഓഗസ്റ്റ് മാസത്തിന് മുമ്പ് ഈ വഖഫ് എന്ന് എല്ലാവരും പലരും കേട്ടിട്ടുണ്ടല്ലാതെ എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. എനിക്കും അറിയില്ല. അതിനുശേഷമാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആദ്യമൊക്കെ ഞാൻ തന്നെ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ വഖഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടാണ് തുടങ്ങിയിരുന്നത്. ഇപ്പൊ ആ കാലവും കഴിഞ്ഞു പോയി. കുറെ എങ്കിലും ആൾക്കാർക്ക് ഇപ്പം വഖഫ് എന്താണെന്ന് അറിയാം. അപ്പോ രാഷ്ട്രീയക്കാരുടെ എപ്പോഴുമുള്ള അളവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അജ്ഞതയെ മുതലാക്കുക എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണമായിരുന്നു VD സതീശൻ മുനമ്പത്ത് ചെന്നിട്ട് 10 മിനിറ്റിനകം തീർക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറയുന്നു, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ഇപ്പോഴുള്ള വഖഫ് ആക്ടിന്റെ വെളിച്ചത്തിൽ മുനമ്പത്തെ പ്രശ്നം സോൾവ് ചെയ്യാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും സാധ്യമല്ല. അത് വഖഫ് ട്രൈബ്യൂണൽ വിചാരിച്ചാൽ മാത്രമേ സാധ്യം. പിന്നെ CPM-കാര് അവിടെ ഡയറക്റ്റ് ആയിട്ടൊന്നും ഇടപെട്ടില്ല. അപ്പൊ അവരും വിചാരിച്ചത് ഇതൊക്കെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇലക്ഷനൊക്കെ വരെയല്ലേ, ഞങ്ങൾ അവരെ സഹായിച്ചില്ലെന്നും വേണ്ട. എസ്പെഷ്യലി അവരെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ നിയമസഭയിൽ വരാൻ പോകുന്ന ഭേദഗതി നിയമത്തിനെതിരായിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ മുനമ്പംകാരെയും ഒപ്പം ഈ ക്രിസ്ത്യൻ സമൂഹത്തെ തന്നെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തികച്ചും നിയമവിരുദ്ധമായ ഒരു കമ്മീഷൻ നമ്മുടെ ഖജനാവില് പട്ടി വെറ്റി കിടക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒന്നുമില്ല. എന്നിട്ട് പോലും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് ഈ കമ്മീഷനെ നിയമിച്ചത്. 3 മാസം കഴിഞ്ഞ് 3 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ എത്ര ലക്ഷം രൂപയാണ് ഇവിടെ നഷ്ടമായത്? അപ്പൊ മുനമ്പംകാർ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് അവിടെ വന്ന മുനമ്പം സന്ദർശിച്ച BJP-കാരല്ലാതെ, ഞാൻ BJP-കാരനല്ല അതുകൊണ്ട് പറയാൻ തോന്നുന്നു, BJP-കാരല്ലാതെ മറ്റൊരു വ്യക്തിക്കും ഇവരുടെ പ്രശ്ന പരിഹാരം വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്, കാരണം അവർക്ക് രാഷ്ട്രീയമാണ്, അവരെ കുറിച്ച് ഞാൻ പറയുന്നു.
അവരുടെ പാർട്ടിയുടെ നേതൃത്വം പറയുന്ന രീതിക്ക് മാത്രമേ അവർക്ക് വഖഫ് ഭേദഗതിയെ അനുകൂലിക്കാനോ എതിർക്കാനോ കഴിയൂ. അപ്പൊ ഹൈബി ഈഡന്റെ വീട്ടിൽ പോയിട്ട് നിവേദനം കൊടുത്തു എന്ന് പറയുന്നു. ഹൈബി ഈഡൻ നിവേദനം നിങ്ങൾ 100 നിവേദനം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അപ്പോ നിങ്ങൾ ഈ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസ്സാക്കുന്നതിന് തൊട്ട് മുമ്പ്, ചർച്ച നടക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, മുൻപത്തെ ജനത ചെയ്യേണ്ടത്, ഈ വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള പിമാർക്ക് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കും. കാരണം അവരെല്ലാം കുറച്ച് ഈ കേരളത്തിലെ പിമാരെല്ലാം നിങ്ങളെ സഹായിക്കാൻ പോകും, എക്സെപ്റ്റ് സുരേഷ് ഗോപി. അവരൊക്കെ നിങ്ങൾ എതിർക്കാനാണ് പോകുന്നത്. ബാക്കി ഇന്ത്യയിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായിട്ട് ഏത് പാർട്ടിയിലെ ഏത് വ്യക്തി വോട്ട് ചെയ്യുന്നു അവർക്ക് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കാൻ പഠിക്കണം. ഇപ്പൊ തന്നെ അവിടത്തെ വിഷയങ്ങളും ഒരു രാഷ്ട്രീയക്കാരും കൂടെ കുഴഞ്ഞു മറിഞ്ഞുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നേരെ ചൊവ്വ ഈ കേസ് പോലും നടത്താൻ പറ്റുന്നത്. വക്കീൽ തന്നെ ആരെന്ന് പാർട്ടിക്കാരാണ്, കോൺഗ്രസ് പാർട്ടിക്കാരാണ് തീരുമാനിക്കണം. ഭൂസംരക്ഷണ സമിതിക്ക് വേണ്ടി ആര് ഹാജരാവട്ടെ, കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന് തുട്ടെണ്ണി കൊടുത്താലേ അദ്ദേഹം കേസ് പിടിക്കും. അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ പിടിച്ചു പറയുന്ന പേരിൽ ഓടിച്ചെന്ന് അവിടെ പോയിട്ട് നാണം കെട്ടിട്ട് ഓടും. അതാണ് ജോർജ് പൂന്തോട്ടം, സീനിയർ അഡ്വക്കേറ്റ്, വളരെ മിടുക്കനാണ്, ഗൗരവമുള്ള വ്യക്തിയാണ്. പക്ഷേ അങ്ങനെ ഈ വഖഫ് നിയമത്തിൽ വെറും ശിശുവാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അദ്ദേഹം ജീവിതത്തിൽ കേസ് ചെയ്തിട്ടില്ല, സത്യത്തെ അറിയില്ല. പിന്നെ ആരൊക്കെയോ എവിടെ നിന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവിടെ ഹാജരായി എന്നല്ല. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പഴയ കോടതി വിധികൾ ഇല്ല എന്ന് പോലും ബഹുമാനപ്പെട്ട കോടതിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സില്ലായിരുന്നു എന്ന് ഞാൻ പറയില്ല. അത് കഴിവില്ലാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു, മനസ്സില്ലായിരുന്നു. അപ്പൊ ഇവരും എന്താണ്, ഇത്രയും 610 കുടുംബങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഇത്രയും വലിയൊരു ഇഷ്യൂ, ഇതുപോലെയൊക്കെ ആരെങ്കിലും വിളിച്ചു പറയാനും കേട്ട് അവിടെ പോയി വക്കീലിന് മുമ്പ് പോയി തലയും ചോദിച്ചു വന്നിട്ട് വരുമ്പോ അവർ ഇതുപോലെയായിരിക്കും കോടതിയിൽ പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഭാവിയിൽ എങ്ങനെയെങ്കിലും ഈ വഖഫ് ട്രിബ്യൂണലിൽ ഈ കേസ് നടത്തേണ്ട ഒരു അവസ്ഥ ഗതികേടെന്ന് ഞാൻ പറയും. ഭാഗ്യത്തിന് ഭേദഗതി വരട്ടെ, അവർ രക്ഷപ്പെടട്ടെ. അല്ലാത്ത പക്ഷം അവിടെയും കൂടി ഇതേ സ്റ്റൈലിലാണ് കേസ് നടത്താൻ പോകുന്നതെങ്കിൽ മുനമ്പൻ ജനതയ്ക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ നേരിടേണ്ടി വരും. അത് അവർ ഇപ്പോഴേ മനസ്സിലാക്കിയിട്ട് ഇനി കേസാണ് നടത്തുന്നതെങ്കിൽ അത് സീരിയസ് ആയിട്ട് നടത്തുക. അവിടെ രാഷ്ട്രീയവും കാര്യമൊന്നുമില്ല, നിങ്ങളുടെ ജീവിത പ്രശ്നവും നിങ്ങൾ അതിനുള്ള ഫീസ് വക്കീലിനെയും കണ്ടെത്തി ഫീസും കണ്ടെത്തി എപ്പോഴും നമുക്ക് വിളിക്കാനും പറയാനും കാണാനും ഒക്കെ സംസാരിക്കാനും ഒക്കെ നമുക്ക് ഇന്റിമസി ഒരു വക്കീലിനെ വെക്കാവൂ. വലിയ വലിയ വക്കീലന്മാരൊന്നും പൈസയും കൊടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാൻ നിൽക്കത്തില്ല. ഞാൻ ഒരുപാട് കേസുകൾ നടത്തിയിട്ടുള്ള മനുഷ്യൻ. അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ കൊക്കിലോ കൊത്തുക. ഒരു വക്കീലിനെ വയ്ക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് അവിടെ അവതരിപ്പിക്കും എന്ന് നിങ്ങൾ പരിപൂർണ വിശ്വാസമുള്ള വക്കീലന്മാരെ മാത്രമേ അവർക്ക് അർഹമായ ഫീസും കൊടുത്ത് വെക്കാവൂ. അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ജഡ്ജിമെന്റുകൾ വരുന്നതും. ഇനിയിപ്പോ ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ അതിന് രൂപ എത്രയാവും, അതിന് കോടതിയുടെ സമയം എത്രയെടുക്കും? അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് വലിയൊരു വിഷയമാണെന്ന് കരുതി ഒരു സൈഡിൽ കേസും ഒരു സൈഡിൽ പ്രതീക്ഷയോടുകൂടി ഈ വരാൻ പോകുന്ന ഭേദഗതിയെ വെയിറ്റ് ചെയ്യുക. അതിനു വേണ്ടി ഇവരെ രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നവരെ അവരുടെ അഭിപ്രായം അടയ്ക്കണം. അല്ല കാണാതെ സ്ഥലം വിട്ടു പോണ ഹൈബീഡിന്റെ വീട്ടിലെല്ലാം പോയിട്ട് നിവേദനം കൊടുക്കണം. അവർക്ക് സെൽഫ് റെസ്പെക്ട് വേണമെന്നേ. ഇവര് നിവേദനം കൊണ്ട് കൊടുത്താൽ ഹൈബീഡൻ സപ്പോർട്ട് ചെയ്യൂ? ഇല്ലല്ലോ. അതിന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുക്ക പോയിട്ട് നിവേദനം കൊണ്ട് പോയി അദ്ദേഹം ഒരു മറുപടി പോലും കൊടുത്തിട്ട് അത് ചെയ്യണോ? അവരെ സഹായിക്കുന്ന അങ്ങ് മിസോറാമിൽ MP ആവട്ടെ, അവർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ പഠിക്കണം. അല്ലാതെ ഹൈബീഡന്റെ പിറകെ നടക്കുകയല്ല ആവശ്യം, VD സതീശന്റെ പിറകെ നടക്കുകയല്ല ആവശ്യം, മുഖ്യമന്ത്രിയുടെ പിറകെ നടക്കാൻ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആർക്കും അറ്റ്ലീസ്റ്റ് അവർക്ക് വേണമെങ്കിൽ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാം, അതുപോലും അവർ ചെയ്യുന്നില്ല. ഈ വിഷയം പഠിച്ചതിന് ശേഷം ഇത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെന്ന് പഠിച്ചിട്ട് അതിനെതിരെ വോട്ട് ചെയ്യാൻ പോലും അവർ വില്ലിംഗ് അല്ല. വൈ? ബിക്കോസ് അവർക്ക് മുസ്ലിമിന്റെ വോട്ട് വേണം. ക്രിസ്ത്യാനിയൊക്കെ വോട്ട് ചെയ്യുന്ന അറിയാം, ഹിന്ദുവും വോട്ട് ചെയ്യുന്ന അറിയാം. CPM എടുത്തു, മാക്സിമം ഹിന്ദുക്കളാണ്. പിന്നെ കോൺഗ്രസ് എടുത്ത മാക്സിമം ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ ആ വോട്ടൊക്കെ അവർക്ക് ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. അവർക്ക് ആവശ്യം സംഘടിതമായ മുസ്ലിം വോട്ടാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഒന്നും ഇഷ്ടക്കുറവൊന്നും ഉള്ളതുകൊണ്ടല്ല, അവർക്ക് വേണ്ടത് മുസ്ലിം വോട്ടാണ്. അവർ സംഘടിതരാണ്, അവർക്ക് വോട്ട് ബാങ്ക് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ നിയമവും കാര്യമൊക്കെ അറിയാമെങ്കിൽ തന്നെയും അവർ ഇത്തരത്തില് പെരുമാറുന്നത്. അതുകൊണ്ട് അവര് സെൽഫ് റെസ്പെക്റ്റോട് കൂടി അവരുടെ പരിഹാരം എവിടെയാണെന്ന് നോക്കിയിട്ട് അവരെ ആരാണോ പരിഹാരം തരുന്നത് അവരോടൊപ്പം നിൽക്കാൻ പഠിക്കുക എന്നാണ് എനിക്ക് അവരോട് പറയാൻ.
ഈ വിഷയത്തെ തുടക്കം മുതൽ കൃത്യമായിട്ടും അപഗ്രഥിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് ശേഷം മുനമ്പം സമരസമിതിയുടെ ഭാഗത്തു നിന്നും ചില വ്യക്തികൾക്ക് നേരെ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നുണ്ട്. അതായത് ഈ വഖഫ് അധിനിവേശത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിന് അനുകൂലമായിട്ട് ചില നിയമ നടപടികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നിയമ പോരാട്ടം നടത്തുന്ന ചില വ്യക്തികൾക്ക് നേരെ ഒരു അന്വേഷണം. അപ്പോൾ ആ ഒരു പ്രസ്താവനയെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് ഈ വഖഫ് അധിനിവേശത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രക്കോണിയൻ നിയമവശങ്ങളെ അനുകൂലിക്കുന്ന വ്യക്തികളുടെ ഒരു മനോഭാവം അല്ലെങ്കിൽ അവർ നടത്തുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് ഒരു രാജ്യദ്രോഹപരമാണ് എന്ന് നമുക്ക് കൃത്യമായിട്ടും വിലയിരുത്താൻ സാധിക്കില്ലേ? മുനമ്പം സമരസമിതി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു പ്രസ്താവനയെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? എനിക്ക് മുനമ്പംകാരോട് പറയുന്നത്, ഇത്തരം വ്യക്തിപരമായ പ്രശ്നം തൽക്കാലം ഏറ്റെടുക്കാതെ ഒരു കേസ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് അവര് വഖഫ് സംരക്ഷണ സമിതിയെ കണ്ട് ആദ്യം പഠിക്കണം. ആ ക്ലാസ് അവരൊന്ന് പഠിച്ചതിന് ശേഷം അവരുടെ കാര്യം ആദ്യം നോക്കിയതിന് ശേഷം അവർക്ക് ആർക്കെതിരെയും കേസ് കൊടുക്കാൻ. കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ആരെയും പറ്റി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ വിഷയത്തിന് ഇടപെട്ടത് എനിക്ക് താല്പര്യമുള്ള വിഷയവും ഞാൻ ചിലപ്പോൾ ശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ മുൻപ് വിഷയത്തിൽ ഇടപെട്ടത്. ബാക്കിയൊക്കെ അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണ്. ഇപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വ്യക്തിപരമായിട്ട് മോശമാണെന്നോ നല്ലതാണെന്നോ രാജ്യദ്രോഹിയാണെന്നോ അല്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. എനിക്കൊരു വ്യക്തിയെ കുറിച്ചിട്ട് എന്റെ മനസ്സിലൊരു സങ്കല്പമുണ്ട്. ഞാൻ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ആരെ കുറിച്ചിട്ടും പരസ്യമായിട്ട് ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അവർക്ക് തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പോ എതിരെ രാജ്യദ്രോഹത്തിന് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ ജോർജിക്ക് വേണമെങ്കിൽ എനിക്കെതിരെ ആരെയും ശ്രമിക്കും. മനസ്സിലായി? അത് ആദ്യം അവരിരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കുന്ന അവര് ആ കൊമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിക്കട്ടെ. അവരെ കണ്ട് കേസ് എങ്ങനെയാണ് നടത്തുമെന്ന് ദേ ഹാവ് ടു ലേൺ ഫ്രം ദ വഖഫ് സംരക്ഷണ വേദി. അതാണ് തൽക്കാലം ചെയ്യേണ്ടത്. അത് ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങളിലേക്കും ബാക്കി കേസുകളിലേക്കും ബാക്കി അന്വേഷണങ്ങളിലേക്കും പോകുന്നതായിരിക്കും അവർക്ക്. അവസാനമായിട്ട് മറ്റൊരു കാര്യം കൂടി, ഇപ്പൊ കോടതി പരാമർശത്തിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, നമ്മൾ ഈ വിഷയത്തിന്റെ തുടക്കം മുതൽ അങ്ങ് ഉൾപ്പെടെ ഫാദർ ജോഷി മലയാറ്റൂർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന ആ വഖഫ് നിയമത്തിന്റെ ഒരു ഡ്രക്കോണിയൻ സ്വഭാവം. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കണമെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതായത് ഒരു മതപരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു സംവിധാനത്തെ സമീപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഹൈക്കോടതി പരാമർശത്തിലൂടെ തന്നെ വളരെയധികം കോടതി പറയാതെ തന്നെ വേണമെങ്കിൽ പറഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കില്ലേ? അതായത് ഈ വഖഫ് നിയമം, നിലവിലുള്ള വഖഫ് നിയമത്തിന്റെ ഒരു അധിനിവേശപരമായിട്ടുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു സ്വഭാവം കുറെ കൂടി വെളിപ്പെടുകയായിരുന്നില്ലേ ഈ ഹൈക്കോടതി ഉത്തരവിലൂടെ? 1954 മുതൽ ഈ വഖഫ് നിയമം നേരെ പഠിച്ച ആരെങ്കിലും കേരളത്തിൽ പോലും കാണും. അതായത് സ്റ്റെപ്പ് പടിയായിട്ടാണ് ഈ വഖഫ് ബോർഡിന് ഈ അവകാശങ്ങൾ കൂട്ടി കൊണ്ടുവന്ന് നീർക്കോലിയായിട്ട് തുടങ്ങി. 54 നീർക്കോലിയായിരുന്നു 95 വരെ. അതിനുശേഷം ഇപ്പൊ വന്നിട്ട് രാജബൊമ്പാലയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പോ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ മുനമ്പക്കാർ എന്ത് ചെയ്യുമായിരുന്നു? ആൻസറില്ല. ഇപ്പൊ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ മുനമ്പക്കാർക്ക് ആത്മഹത്യ ചെയ്യേണ്ടത്, ദർ ഇസ് നോ ഡൗട്ട്. പിന്നെ ബാക്കിയുള്ള ജോർജിയുടെയും എന്റെയൊക്കെ വീടും നമുക്ക് എപ്പോഴും ഒരു പ്രാണഭയത്തിനും ഭീതിയിലും ജീവിക്കേണ്ടി വന്നേ. കാരണം നമ്മുടെ വസ്തു എപ്പോ വേണമെങ്കിലും മേടിച്ചോണ്ട് പോവാം. ഇപ്പൊ വൈകിട്ടാണെങ്കിലും ഇപ്പോ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഇപ്പൊ BJP ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്. BJP മറ്റു പല പാർട്ടികളും കൂടി ചേർന്നിട്ടാണ് ഭരിക്കുന്നത്. അവരിങ്ങനെ ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുക്കുന്നു. അതുകൊണ്ട് മാത്രം മുനമ്പം ജനത രക്ഷപ്പെടുന്നു. കാരണം ഇതുപോലത്തെ ഒരു ഡ്രാക്കോണിയൻ നിയമം ഈ കോൺഗ്രസ് സർക്കാരിന് എങ്ങനെ ഉണ്ടായി, അത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോഴാണ് അതിന്റെ ഭയാനകത്വം മനസ്സിലാക്കുക. ഏത് രീതിക്കും, അതായത് അവർക്ക് വഖഫ് ബോർഡിന് തോന്നിക്കഴിഞ്ഞാൽ ആ വസ്തു ഒരു മാർഗത്തിൽ അല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ അവർക്ക് 100% ഏറ്റെടുക്കാൻ കഴിയത്തക്ക രീതിക്കുള്ള നിയമങ്ങളാണ് ഈ വഖഫ് ആക്ടിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മുനമ്പംകാർക്ക് വേണ്ടി ഞാൻ ഇപ്പോഴത്തെ സർക്കാർ, പ്രധാനമന്ത്രിയുടെ ആരായിക്കോട്ടെ, ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആണ് ഇവിടെ ഭരിച്ചിരുന്നു എങ്കിൽ ഇപ്പോ കഴിഞ്ഞ ഇലക്ഷനും ഏറ്റവും കൂടുതൽ അവിടുത്തെ മുനമ്പംകാർ വോട്ട് ചെയ്ത് കോൺഗ്രസിനായിരിക്കും. അവർക്കെല്ലാവർക്കും ഇപ്പൊ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നു. എന്തായാലും ഇപ്പൊ മോദി ഭരിക്കുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്റ്റായിട്ട് മുനമ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിലും ഒരു ഭാഗ്യവശാൽ അവരുടെ ഈശ്വര സഹായത്താൽ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് വരുന്നു. അതിൽ ഇവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിലും മറ്റൊരു വർഗത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അവർക്കും കൂടി സഹായകരമാകുന്നു. അവര് രക്ഷപ്പെടുന്നു. അതവര് ഒരിക്കലും മറക്കരുത്. ഞാൻ പറയാം, ഇവിടുത്തെ രാഷ്ട്രീയ ഈ മുസ്ലിം വോട്ടിന്റെ പതകയുള്ള പാലായനം കാണുകയാണെങ്കിൽ ഇവിടെ ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ
ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ഇപ്പൊ ഇവിടെ ജീവിച്ചു പോണത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഭരിക്കൊണ്ട് തന്നെയാണ്. ഞാൻ BJP കാരനല്ല. ഇനി ഇവിടെ മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൂട്ടായ്മ ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ വരും തലമുറകൾക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റൂ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പിന്നെ മല്ലനും മാധവനും ഒരു കഥ നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ആപത്തുകാരൻ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സ്നേഹിതൻ. അതൊക്കെ മുനമ്പംകാർ ഓർമ്മിക്കുക. അവർ അത് ഓർമ്മിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ അമെന്റ്മെന്റ് വരട്ടെ, മുനമ്പം ജനത രക്ഷപ്പെടട്ടെ. ഞാൻ പറയുന്നത് അവർ രക്ഷപ്പെടും 100%. അത് വന്ന ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രീ സ്റ്റാലിൻ ദേവൻ, അതായത് ഈ അമെൻമെന്റ് ഇനിയിപ്പോൾ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് ഈ അമെൻമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അമെൻമെന്റിന്റെ അകത്ത് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു മുൻകാല പ്രാബല്യം അതുകൂടി വന്നെങ്കിൽ മാത്രമല്ലേ ഈ പൂർണ്ണമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് ഈ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ട് മുനമ്പം ജനത നേരിടുന്ന ഒരു പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും. പക്ഷേ നമുക്ക് ഒരു നിയമവും വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരില്ല. പക്ഷെ ഇവരുടെ കേസിൽ ടോട്ടൽ നിയമത്തിനല്ല, അതൊരു പർട്ടിക്കുലർ സെക്ഷൻ മാത്രം റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് വരുന്നു. ആ വാക്കും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് എന്നാണ്. അപ്പോൾ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപോ ശേഷമോ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഈ മുനമ്പംകാർക്കോ മറ്റോ ഒന്നും വേണ്ടിയിട്ടല്ല. മുനമ്പംകാർ ഇതിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് അറിഞ്ഞിട്ടും അല്ല. JPC ബോറ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് മഹാരാഷ്ട്രയിൽ. അവരുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു ഡിനോമിനേഷനാണ്. ഡിനോമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നാഗാ സന്യാസിമാരെയൊക്കെ പോലെ അവർക്ക് പ്രത്യേകം വിചിത്രമായ ചില ആചാരക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഹിന്ദുയിസത്തിലും ഉണ്ട്, ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്, മുസ്ലിങ്ങളുടെ ഇടയ്ക്കുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിനോമിനേഷനാണ് ഈ ബോറ. അപ്പൊ അവർക്ക് പിന്നെ എന്നിട്ട് ബാഹ്യശക്തികൾ ആരും അവരുടെ മതപരമായ കാര്യത്തിൽ ഇടപെടാൻ. ഇപ്പൊ വഖഫ് ബോർഡ് എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് അവരുടെ ഡിക്റ്റേഷൻ അനുസരിച്ച് മാത്രമേ അവരുടെ ഈ വഖഫ് പോലെയുള്ള സംഗതിക്ക് ഫംഗ്ഷൻ ചെയ്യാൻ. അപ്പൊ അവർക്ക് വഖഫ് അല്ല, അവർക്ക് പബ്ലിക് ട്രസ്റ്റ് ആണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവർ രജിസ്റ്റർ ചെയ്തിരിക്കുക അത്രയും പബ്ലിക് ട്രസ്റ്റ് ആണ്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ വഖഫ് ഞങ്ങളെ ഈ ട്രസ്റ്റുകൾ അത്രയും വഖഫ് ബോർഡ് കൊണ്ടുപോയി അവരുടെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മതനിന്ദ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അതിനൊരു പരിഹാരമായിട്ട് പറഞ്ഞത്. ഇനിമേലല്ല എന്നെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഈ തന്റെ വസ്തു ഡെഡിക്കേറ്റ് ചെയ്തത് ഒരു ട്രസ്റ്റിനോ ഒരു സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉണ്ടാക്കപ്പെട്ട അതുപോലെയുള്ള അതിനടിയിൽ രജിസ്റ്റർ ചെയ്ത വസ്തുക്കൾക്കോ ആണെന്നുണ്ടെങ്കിൽ അത് വഖഫായിരിക്കില്ല. അവിടെ ഒരു മുൻകാല പ്രാബല്യത്തിലാണ്. ബിഫോർ ഓർ ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് ആക്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് മുനമ്പംകാരുടെ ഭാഗ്യത്തിന് 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിനടിയിലാണ് ഈ ഫറൂഖ് കോളേജ് രജിസ്റ്റർ ചെയ്തത്. ഒരു സൊസൈറ്റി ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്തത്. അപ്പോൾ സിദ്ദിഖ് ചട്ടു 1950 വസ്തു കൊടുത്തത് ഫറൂഖ് കോളേജിന് ആണ്. അതുകൊണ്ട് ഫറൂഖ് കോളേജിന്റെ വസ്തുവാണ്, അത് വഖഫല്ല. ഫറൂഖ് കോളേജ് അവരെ വസ്തു ഇഷ്ടം പോലെ ചെയ്യും. അപ്പോൾ അവർ വസ്തു വിറ്റു, പൈസ കൊടുത്ത് മുനമ്പത്തുകാർ വസ്തു വാങ്ങി, അവർക്ക് പട്ടയും തരുന്നതിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ റെപ്രസെന്റേഷൻ എഴുതി മുഖ്യമന്ത്രി കൊടുക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ റവന്യൂ അവകാശം ഈ നിയമം മാറിയിരിക്കുന്നു, ഇതിന്റെ അടിസ്ഥാനം തരണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുത്തേ പറ്റൂ. അതോടുകൂടി അവരുടെ പ്രശ്നം തീരുന്നു. പിന്നെ ഒരിക്കലും മുനമ്പത്തെ ഒരു ക്ലൈമുമായിട്ട് വഖഫ് ബോർഡിന് വരാൻ പറ്റും. അത് JPC കൊടുത്തിരിക്കുന്ന ആ ലൈൻസ് അതുപോലെ പാർലമെന്റ് പാസ്സാക്കുകയാണ്. പക്ഷെ മുൻപുകാരുടെ ഗതികേട് എന്ന് പറയുന്നത് അവരുടെ MP അതിനെ എതിർക്കാൻ പോകുന്നു. അവർ അദ്ദേഹത്തിന് നിവേദനം കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം ഓടി വേറെ എവിടെ സ്ഥലം വിട്ടു. അതിന് ഒരു മറുപടി പോലും കൊടുത്തില്ല. അങ്ങനത്തെ ഒരു MP ആണ് ഈ മുനമ്പംകാർ തെരഞ്ഞെടുത്ത് വെച്ചേക്കുക. അതായത് യഥാ രാജ തഥാ പ്രജ അങ്ങനെ അവർ പറയുള്ളൂ. അവർക്ക് പറ്റിയ MP അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. യെസ്, വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ഒരു മതപരമായിട്ടുള്ള അധിനിവേശ സ്വഭാവമുള്ള വഖഫ് നിയമത്തിനെതിരെ ഒരു പോരാട്ടം നടത്തുന്ന, നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്ന മുനമ്പം ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ. അവരുടെ ഒരു പോരാട്ടം എത്രയും പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്തിക്കട്ടെ, അല്ലെങ്കിൽ വിജയത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. വഖഫ് ഒരു ഭേദഗതി ബില്ല് അത്
എത്രയും വേഗം തന്നെ പാർലമെന്റിൽ പാസ്സാകട്ടെ. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു സമരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെ കൂടി മുൻപം ജനത തിരിച്ചറിയട്ടെ. വിവേകത്തോടെ, പക്വതയോടെ, കൂടുതൽ ആർജവത്തോടു കൂടി തന്നെ ഇനിയും ഒരു വിജയത്തിൽ എത്തുന്നത് വരെ ഈ വഖഫ് അധിനിവേശത്തിനെതിരെ പോരാടുവാൻ മുൻപം ജനതയ്ക്ക് സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങളാണ് ശ്രീ സ്റ്റാലിൻ ദേവൻ പങ്കുവച്ചത്. ഈ വിഷയത്തിൽ അങ്ങ് നടത്തുന്ന ധീരതയാർന്ന, പക്വതയാർന്ന ആ ഒരു പോരാട്ടം, കാര്യങ്ങളെ കൃത്യമായിട്ടും അപഗ്രന്ഥിച്ച് പഠിച്ച് നിയമപരമായിട്ടുള്ള വശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങ് നടത്തുന്ന ഈ അധിനിവേശത്തിനെതിരെ നടത്തുന്ന പോരാട്ടവും കാണട്ടെ, വിജയത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങയുടെ വിലയേറിയ സമയം ഈ പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെച്ചതിൽ അങ്ങേക്ക് നന്ദി.